പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നില്ല, നമ്മളെ പെയിന്റ് അടിച്ച് കൊളയുന്ന സാധനം, അത് നമ്മൾ ഒരു ഇതൊക്കെ പെയിന്റ് അടിച്ച് സെറ്റ് ആക്കിയിട്ട് നമ്മൾ കൊണ്ടുകൊടുക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പോണയില്ല. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രൈവറ്റ് ബസ്. കണ്ടില്ലേ, നമ്മൾ ആദ്യമായിട്ട് ചെയ്ത പ്രൈവറ്റ് ബസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ പുലിക്കുന്നേൽ നിന്നാണ് വണ്ടിയുടെ പേരടിച്ചിട്ടില്ല. നമുക്ക് പിന്നെ നമ്മുടെ വണ്ടിയിൽ നിന്ന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന്നാണ് പേരടിക്കാൻ. അപ്പം ഇതിന് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കണ്ടില്ലേ, നമ്മുടെ വാഗേര പോലത്തെ ഫ്രണ്ട്. ഇതിൻ്റെ പേരെന്നിട്ട് പറയാൻ എനിക്കറിയില്ല. പേരിടാ ഈ ബോഡിക്ക് വേറെ പേരുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ പരമാവധി അതിൻ്റെ സ്റ്റിക്കറൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിക്കാൻ നോക്കിയിട്ടുണ്ട്. ഒരുവിധം ശരിയായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ വരുന്നതിൽ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഇത് ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ലൈറ്റൊന്നും ഇതിലില്ല. പിന്നെ ഉള്ളിൽ ലൈറ്റ് വർക്ക് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ കണ്ടില്ലേ, ഈ കമ്പി ഉണ്ട്, 2 സൈഡ് മിറർ, അങ്ങനെ തന്നെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ അളവ് കാര്യങ്ങളൊന്നും പറയാത്തത് മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കമ്പ്യൂട്ടറിൽ നോക്കിയെടുത്ത അളവാണ്. കമ്പ്യൂട്ടറിൽ വെച്ച് സ്കെയിൽ വെച്ചെടുത്ത അളവാണ്. അതൊരു പെട ഐഡിയ ഉണ്ടോ? ഐഡിയ നമ്മൾ പറഞ്ഞുതരാം. നമുക്ക് സൈഡ് നോക്കാം. സൈഡിൽ കണ്ടില്ലേ, സൈഡിലൂടെ ചെറിയൊരു സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് അവരുടെ ലോഗോ, പീന്നൻ്റെ ലോഗോ. പിന്നെ നമുക്കൊരു ചെറിയൊരു പണി കിട്ടിയത് ഈ ടയർ കുറച്ച് ചെറുതായിരുന്നു. പക്ഷെ നമ്മളുണ്ടാക്കിയത് നമുക്ക് കുറച്ച് വലുതായി പോയി. അപ്പോൾ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ കാര്യം നമുക്ക് അങ്ങനെ അധികം പറയാനൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരുവിധം നമ്മൾ മാക്സിമം ഡീറ്റെയിൽസൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ വണ്ടിയാണ് നമ്മുടെ വണ്ടി ആദ്യമായിട്ട് ഒരു ബസ്സിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാൻ പോണ വണ്ടി. ആദ്യമായിട്ട് നമ്മുടെ വണ്ടി ഒരു ബസ്സിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാൻ പോകണത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത്. ഇതേ ഒരു കർത്താവിൻ്റെ ഫോട്ടോ, പിന്നെ റൂട്ട് ഇതും കോണി ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് കണ്ടില്ലേ, ഇത്രയൊക്കെയാണോ നമുക്ക് ഇങ്ങനെ ബാക്കിൽ. പിന്നെ ഈ വണ്ടിക്ക് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി നമ്മൾ ബാറ്ററിയിൽ മറ്റേ ഡയറക്റ്റ് കറണ്ട് അല്ല കൊടുക്കുന്നത്, ഇതല്ല കൊടുക്കുന്നത്. ഇത് നമ്മുടെ വണ്ടിയിലേക്ക് തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ള വയറിങ്ങാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതും ഡിഫറെൻ്റ് ആക്കി ചെയ്തിരിക്കുക. അപ്പോൾ വണ്ടിയിൽ എങ്ങനെ ലൈറ്റുകൾ കത്തുന്ന, ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അങ്ങനത്തെ ഒരു രീതിയിലുള്ള കണക്ഷനാണ്. കണക്ഷനൊക്കെ അവർ കൊടുത്തോളും, അത് നമ്മൾ കൊടുത്ത് കൊളാക്കണ്ടല്ലോ. പിന്നെ ഈ 2 സൈഡിലും ഇവിടെ റാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കർ ഉണ്ട്. ഈ സ്റ്റിക്കർ പിടിക്കില്ല കേട്ടോ, ഒട്ടിച്ചേക്കണം. അപ്പോൾ ഇതാണ് അപ്പുറത്തെ സൈഡ്. ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല, അതേപോലെ തന്നെ. പിന്നെ നമ്മുടെ ഡോറ് 2 ഡോർ ഓപ്പൺ ആവും. ഡ്രൈവർ സൈഡ് ഡോർ ഓപ്പൺ ആവും കേട്ടോ. ഉള്ളിൽ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മറ്റേ ക്രോമിൻ്റെ ഇത് ഡിസൈനുള്ള ടൈപ്പ് സ്റ്റിക്കറാണ് ഒട്ടിച്ചിട്ടുള്ളത്. അതറിയാം, സൈക്കിളിനാകുമ്പോൾ ഇത്രയുള്ള നമ്മുടെ ബാക്കിൽ ഒരു ക്രോം ഫിനിഷ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടിയിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ട് ലുക്ക്. സിമ്പിൾ ലൈറ്റ് വർക്കാണ്. നമ്മളിതൊന്നും വലിയ ബ്രൈറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല, കാരണം വണ്ടിയിലുള്ളിൽ വെക്കാനുള്ളതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് പാടില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് വേണ്ട, ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഇങ്ങനെ ഒക്കെ കൂടി ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഉള്ളിലത്തെ ലൈറ്റ് വർക്ക്. ജസ്റ്റ് ആ വണ്ടിയിലുള്ള പോലെ തന്നെ ഒരു ചെറിയ ട്യൂബ് മാറ്റി സെറ്റ് ചെയ്തിട്ട് മുകളിൽ ഫുൾ SMD ആണ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ള SMD ആണ്. സിമ്പിളായിട്ട് ലൈറ്റ് വർക്ക് ആയതുകൊണ്ട് വലിയ വിഷയമില്ലല്ലോ. സ്റ്റിയറിങ് എല്ലാം ഉണ്ട്. ആയിരിക്കുന്ന പച്ച സാധനം എന്താണെന്ന് മനസ്സിലായോ ഗൈസ്? മനസ്സിലായൊരു കമൻറ്റ് ചെയ്തോ. അതന്നെ, മനസ്സിലായ കമൻറ്റ് ചെയ്തോ. അത് നിങ്ങളെന്നും കാണുന്ന സാധനം അല്ലടാ, വേറൊരു വഴിയില്ലാണ്ട് അതിനെ വെച്ചതാണ് കേട്ടോ.